നിങ്ങളിൽ പലരും MBA, BTech പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ്. എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചില്ല. ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഓൺ ദ റൈറ്റ് പാത്ത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൂര്യ വിമൽ കുമാർ. BTech, MTech, MBA ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല. സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി കൈകളിലെത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട്. ഒരു ജോലിക്കായി പല വാതിലുകൾ മുട്ടിമടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തത്. അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിന്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്നുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ GITDയിൽ എത്തിച്ചേരുന്നത്. തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയ GITDയുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് എൻ്റെ ജീവിത വിജയത്തിന്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം വാനോളമാണ്. GITD എൻ്റെ അഭിമാനം, എൻ്റെ മേൽവിലാസം. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. ആരോഗ്യത്തിന്റെ വേദമാണ് ആയുർവേദം. ആയുർവേദ സിദ്ധാന്തത്തെ മുൻനിർത്തി ആയുർവേദ ചികിത്സാ രംഗത്ത് ഉത്തര കേരളത്തിലെ തിളങ്ങുന്ന നക്ഷത്രമായി ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ. ആയുർവേദ ചികിത്സാ രീതികളായ പഞ്ചകർമ്മ, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, പൊടിക്കിഴി, ശിരോധാര, ശിരോവസ്തി മുതലായവ വളരെയധികം പ്രാധാന്യത്തോടും ആധികാരികതയോടും കൂടി ചെയ്തു വരുന്നു. ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ, കണ്ണോത്തുംചാൽ, കണ്ണൂർ 6. ഫോൺ 9207533399. തിങ്ക് ആയുർവേദ, തിങ്ക് ആപ്തശ്രീ. അച്ഛാ, ഞാൻ ഇറങ്ങുന്നേ. ആൾ ടിക്കറ്റ് ഒക്കെ എടുത്തില്ലേ? എടുത്തിനച്ഛാ. മോളെ, മാസ്ക് എടുത്തില്ലല്ലോ. പരീക്ഷ ടെൻഷനില് നീ അതങ്ങ് മറന്നു അല്ലേ? ഇല്ലമ്മേ, കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി. പോരാത്തതിന് ഓൺലൈൻ ക്ലാസ്സും. നളന്തയിൽ പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ? ശരിയാ. രക്ഷിതാവായ ഞങ്ങളെക്കാൾ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ. ഇപ്രാവശ്യവും MCOM-നും MA-ക്കും റാങ്ക് മുഴുവൻ നളന്തയിലല്ലേ? പിന്നല്ലാതെ, ഞാൻ ഫുള്ളി കോൺഫിഡന്റാ. നളന്തയിലെ മികച്ച ക്ലാസുകളും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് 1ാം റാങ്ക് നേടിത്തന്നത്. നളന്തയിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ച അധ്യാപകരാണ്. എക്സാമിന് എല്ലാ സപ്പോർട്ടും ലഭിക്കാറുണ്ട്. അതാണ് എനിക്ക് MCOM-ന് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം. മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ. MA, MCOM, BA ഹിസ്റ്ററി, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, BCom, BBA 1ഉം 2ഉം ഉൾപ്പെടെ 25ലധികം റാങ്കുകൾ. ഉന്നത പഠനം ഉത്കൃഷ്ട സ്ഥാപനത്തിൽ. നളന്ദ കോളേജ്, ഏച്ചൂർ. വലിയ ഷോറൂം അല്ലേ? വിലയും വലുതാവും. മാം, ഇത് നന്നാവും. ഇതിനെന്താ മേക്കിംഗ് ചാർജ്? 2.9% സർ. ഇതിനോ? 5.8% സർ. ഇതിനോ? 11.8% മാം. 11.8%? അതിത്തിരി കൂടുതലാ, കുറയില്ലേ? സോറി സർ, ഇത് ഞങ്ങളുടെ ഫെയർ പ്രൈസ് ആണ്. ഇത്ര നല്ല ഡിസൈൻസിന് മറ്റു കടകളിൽ ഇതിലും കൂടുതലാ. കണ്ടോ? ഓ, അത് ശരി. ഇത് പാക്ക് ചെയ്തോളൂ. ഷുവർ മാം. ഇത് കൂടി. താങ്ക് യു സർ. അമ്മയ്ക്കാ ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ ചെയ്യാനുള്ള അനുമതി. അലോപ്പതി ഡോക്ടർമാർ നടത്തിയ പണിമുടക്ക് കണ്ണൂരിൽ പൂർണ്ണം. കണ്ണൂരിൽ പണിമുടക്കിയത് 1500 ഡോക്ടർമാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. കണ്ണൂരിൽ പോലീസിന്റെ റൂട്ട് മാർച്ച്. തെരഞ്ഞെടുപ്പ് കലാശക്കൊട്ട് നാളെ. കലാശക്കൊട്ട് വാർഡുകളിലും ഡിവിഷനുകളിലും മാത്രമായി ഒതുക്കാൻ കളക്ടറുടെ നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് കണ്ണൂർ സജ്ജമെന്ന് ജില്ലാ കളക്ടർ TV സുഭാഷ്. 940 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ്, 500 ബൂത്തുകളിൽ വീഡിയോഗ്രാഫി സംവിധാനവും ഏർപ്പെടുത്തും. വാർത്തകൾ വിശദമായി. ഈ മാസം 14-ന് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് കണ്ണൂർ സജ്ജമെന്ന് ജില്ലാ കളക്ടർ TV സുഭാഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 940 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനവും 500 ബൂത്തുകളിൽ വീഡിയോഗ്രാഫി സംവിധാനവും ഒരുക്കും. കള്ളവോട്ട് തടയണമെന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യപ്രകാരം കണ്ണൂരിൽ 940 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനവും 500 ബൂത്തുകളിൽ വീഡിയോഗ്രഫി സംവിധാനവും ഒരുക്കും. 10,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിക്കും.
പ്രശ്നബാധിത സ്ഥലങ്ങളിൽ പോലീസ് സന്നാഹം ഏർപ്പെടുത്തും. N95 മാസ്ക് നിർബന്ധമാക്കിക്കൊണ്ട് അന്യസംസ്ഥാനത്തു നിന്നുള്ളവർക്ക് നേരിട്ട് വന്ന് വോട്ട് ചെയ്യാം. അവസാന നിമിഷ കൊട്ടിക്കലാശം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാവണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. പറഞ്ഞ പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ബൂത്തുകളുടെ ഒരു ക്രമീകരണം കണ്ണൂർ ജില്ലയിൽ എപ്പോഴും വളരെ ഒരു പൊതുവെ മറ്റുള്ളവരെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഇതിനകം തന്നെ നമ്മൾ 940 ബൂത്തുകളിൽ വെബ്കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ട്, അതായത് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ടാണ് വെബ്കാസ്റ്റിംഗ് കെൽട്ടോൺ മുഖേനയാണ് അത് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഇവിടെ അത് കൂടാതെ ഏകദേശം 500ഓളം പേർക്ക് 500ഓളം ബൂത്തുകളിൽ വീഡിയോഗ്രാഫിക്കുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കൂടുതലും അവർ ഓൺ പേയ്മെൻറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് അവരോട് ഓൺ പേയ്മെൻറ്റ് ചെയ്തിട്ട് അത് അവൈലാക്കാനാണ്. നമുക്ക് കണ്ണൂരിൽ ആകെ 20,972 വോട്ടർമാരാണുള്ളത്. എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉറപ്പുവരുത്തും. കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും സ്പെഷ്യൽ വോട്ടേഴ്സ് പരിഗണന നൽകുമെന്നും കളക്ടർ പറഞ്ഞു. ഇവർക്ക് ഇലക്ഷൻ ദിവസം വൈകുന്നേരം 5-നും 6-നും ഇടയിൽ വോട്ട് ചെയ്യാം. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചായിരിക്കും വോട്ടെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിൽ പോലീസിന്റെ റൂട്ട് മാർച്ച്. ചക്രക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന റൂട്ട് മാർച്ചിന് പ്രൊബേഷണൽ SI യദുകൃഷ്ണൻ, SI ബിജു പ്രകാശ്, SI ബിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിൽ ഭീതി ഉണ്ടാകാതിരിക്കാനും പോലീസിന്റെ സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കാനും പോലീസ് ഒപ്പം ഉണ്ടാകുമെന്ന് ചക്രക്കൽ CI KV പ്രമോദൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. ജനങ്ങളിൽ ഒരു ഭീതി ഉണ്ടാകാതിരിക്കാനും പോലീസിൻ്റെ പ്രസൻസൊക്കെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ എല്ലാ ഏരിയയിലും ജനങ്ങൾക്ക് ഭയരഹിതമായി വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. വാരം, മുണ്ടേരിമൊട്ട, കുടുക്കിമൊട്ട, ചക്കരക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് റൂട്ട് മാർച്ച് നടത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ട് നാളെയാണ്. ഇന്നു മുതൽ പോലീസ് പരിശോധന ശക്തമാക്കും. കലാശക്കൊട്ട് വാർഡുകളിലും ഡിവിഷനുകളിലും മാത്രമായി ഒതുക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കള്ളവോട്ട് തടയാൻ കർശന നടപടി സ്വീകരിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. കള്ളവോട്ടും ആൾമാറാട്ടവും തടയാൻ നടപടി വേണമെന്നുള്ള ഒരു പറ്റം ഹർജികളിലാണ് കമ്മീഷൻ നിലപാട് അറിയിച്ചത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്നും തിരിച്ചറിയൽ കാർഡുകളുടെ പരിശോധന കാര്യക്ഷമമാക്കുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. കമ്മീഷൻ സ്വീകരിച്ച നടപടികൾ തൃപ്തികരമാണെന്ന് ഹൈക്കോടതി അറിയിച്ചു. നടപടികൾ കർശനമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. സുരക്ഷ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച സ്ഥാനാർത്ഥികളുടെ പരാതി പരിശോധിച്ച് സുരക്ഷ നൽകാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകി. പ്രശ്നബാധിതമല്ലാത്ത ബൂത്തുകളിൽ സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെട്ടാൽ വീഡിയോ ചിത്രീകരണം നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇതിനുള്ള ചെലവ് സ്ഥാനാർത്ഥികൾ വഹിക്കണമെന്നാണ് നിർദ്ദേശം. കണ്ണൂർ ഇരിട്ടി പോലീസ് സബ് ഡിവിഷനിൽ 38 ബൂത്തുകളിൽ മാവോയിസ്റ്റ് ഭീഷണിയുള്ളതായി റിപ്പോർട്ട്. സുരക്ഷയ്ക്കായി തണ്ടർ ബോൾട്ട് സേനയെ വിന്യസിക്കും. മുൻപ് മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ള വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളോട് ചേർന്ന ബൂത്തുകളെയാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇരിട്ടി, ഉളിക്കൽ, ആറളം, കരിക്കോട്ടക്കരി, പേരാവൂർ, കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളുള്ളത്. ഇതിൽ 14 ബൂത്തുകൾ കേളകം സ്റ്റേഷൻ പരിധിയിലാണ് ഉള്ളത്. ഉളിക്കൽ, കരിക്കോട്ടക്കരി സ്റ്റേഷൻ പരിധിയിൽ 6 വീതം ബൂത്തുകളും ആറളം, ഇരിട്ടി, പേരാവൂർ പരിധിയിൽ 4 ബൂത്തുകളുമാണ് മാവോയിസ്റ്റ് ഭീഷണി പട്ടികയിലുള്ളത്. ഇത്തരം ബൂത്തുകളിൽ സാധാരണ പോലീസ് കാവലിനു പുറമെ സായുധരായ തണ്ടർ ബോൾട്ട് സേനാംഗങ്ങളും സുരക്ഷയ്ക്കായി എത്തും. 23 കെട്ടിടങ്ങളിലായാണ് 38 ബൂത്തുകൾ പ്രവർത്തിക്കുക. ഈ കെട്ടിടങ്ങളുടെ നിർദ്ദിഷ്ട പരിധിക്ക് പുറത്തായിരിക്കും വോട്ടർമാരുടെ ക്യൂ ഉണ്ടാവുക. വെബ് ക്യാമറ നിരീക്ഷണവും ഉണ്ടാകും. ശക്തമായ ഒരു പ്രതിപക്ഷം കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യ പ്രളയത്തോടെ തന്നെ LDF സർക്കാരിനെ വലിച്ചു താഴെയിട്ടേനെയെന്ന് നടനും രാജ്യസഭാ അംഗവുമായ സുരേഷ് ഗോപി. കണ്ണൂർ തളാപ്പിൽ BJP സ്ഥാനാർത്ഥി സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM കൊള്ളയിൽ കേന്ദ്രീകരിച്ചപ്പോൾ കൊലപാതകങ്ങൾ ശമിച്ചതിന് ദൈവത്തോട് നന്ദി പറയണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇത്രയും വികൃതമായ ഭരണം കേരളത്തിലോ ഇന്ത്യയിൽ എവിടെയെങ്കിലുമോ ഇതുവരെ ഉണ്ടായിട്ടില്ല. CPIM കൊള്ളയിൽ കേന്ദ്രീകരിച്ചപ്പോൾ കൊലപാതകങ്ങൾ ശമിച്ചു. അതിന് മാത്രം ദൈവത്തോട് നന്ദി പറയുന്നു. അഴിമതിയൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലെ പ്രതിപക്ഷം പാവങ്ങളാണ്. ഇടതുപക്ഷത്തിന്റെ തെറ്റുകളെ പ്രതിരോധിക്കാൻ അവർക്കാവില്ല. ഒരു 10 പേരെയെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നൽകിയിരുന്നെങ്കിൽ അതിന്റെ മാറ്റം കാണുമായിരുന്നെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും എന്തായാലും ഒരു വലിയ അനുഗ്രഹം ഉണ്ടായത് ഈ
കൊള്ളസംഘത്തിനിപ്പം കൊലപാതകം എന്ന് പറയുന്ന ഒന്നും മറന്നുപോയത് കൊണ്ട് കൊലപാതകത്തിന്റെ എണ്ണം ഒളിവിൽ നടക്കുന്നുണ്ടാവും. പക്ഷേ കേരള മനസാക്ഷിയെ നടുക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന തരത്തിൽ പുറത്ത് കാണുന്നില്ല, അറിയുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നടക്കുന്നുണ്ടാവില്ല. അങ്ങനെ തന്നെ അതിനൊരു ശമനം വന്നു എന്ന് നമുക്ക് വിചാരിക്കാം. അതിന് ദൈവത്തിനോട് മാത്രം, അവർക്ക് തീരെ മര്യാദയില്ലാത്ത ആ ദൈവത്തിനോട് മാത്രം നമുക്ക് നന്ദി അറിയിക്കാം. സ്മരണ വേണം, സ്മരണ. ആ സ്മരണ ഇല്ലാത്ത ഒരു സർക്കാരാണ് ഇപ്പൊ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിലകേട് കാണിച്ച ഒരു സർക്കാരിനെ കാലെ പിടിച്ച് തൂക്കിയെടുത്ത് അറബിക്കടലിലെടുത്ത് അടിക്കാനുള്ള ചങ്കൂറ്റമില്ലാതായി പോയി പ്രതിപക്ഷത്തിന്. പ്രതിപക്ഷം പാവങ്ങളാണ്, ഞാൻ സമ്മതിക്കുന്നു, അവർ പാവങ്ങളാണ്. ബാക്കി ഈ പറയുന്ന അഴിമതി അതെല്ലാം കാണുമായിരിക്കാം, പക്ഷെ പാവങ്ങളാണ്. ഒരു ശക്തമായ പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണം കണ്ണൂർ കോർപ്പറേഷനിൽ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യത്തിന് ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 5 വർഷം കൊണ്ട് കോർപ്പറേഷൻ എങ്ങനെയാവണം എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഭരണ പ്രവർത്തന പ്രകടന മികവ് വ്യക്തമാക്കുവാൻ ഈ 54 പേർക്കും കഴിയും. പിന്നെയുള്ള ഒരാൾ കൂടെ കഴിയും. കണ്ണൂർ നഗരത്തിലുണ്ടായ മാറ്റങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സംഭാവനയാണ്. അതൊക്കെ കണ്ട് തെറ്റിദ്ധരിച്ച് ഇടതിന് വോട്ട് ചെയ്യുന്ന അബദ്ധം ഇനി ഉണ്ടാകരുത്. കണ്ണൂർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥികൾ BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി, ജില്ലാ പ്രസിഡന്റ് N ഹരിദാസൻ, നേതാക്കളായ S സുരേഷ്, K രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ധനവില കൂട്ടുന്നത് മോദിയല്ലെന്നും അതിന് നേരത്തെയുള്ള ഒരു സംവിധാനമുണ്ടെന്നും സുരേഷ് ഗോപി. ഇന്ധനവിലയും കർഷക പ്രക്ഷോഭവും മാത്രമല്ല വിഷയം, വടക്ക് നോക്കി തെറ്റ് കണ്ടുപിടിക്കാൻ മാത്രമേ മലയാളികൾക്കറിയൂ എന്നും സുരേഷ് ഗോപി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പെട്രോളിന്റെ എന്ന് പറയുന്നത് എപ്പോൾ തുടങ്ങിയതായത്, ഏത് വർഷമാണ് തുടങ്ങി? ഈവൻ when the next government comes, it will continue. അതങ്ങനെയാണ് അതിന്റെ പ്രോസസ്. പെട്രോളിയത്തിന്റെ എത്ര ലക്ഷം കോടിയാണ് കടം തിരിച്ചടച്ചതെന്ന് ആരും അന്വേഷിച്ചില്ലല്ലോ, അതാർക്കും അറിയണ്ടല്ലോ. അതല്ല, അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം അങ്ങനെ കണ്ടിന്യൂ ചെയ്യും, അത്രേ. നിങ്ങൾ അന്നേരവും കേരളത്തിലെ കാര്യത്തിലേക്ക് വരും. കേരളത്തിലാണ് ഇപ്പോൾ ഒരു നടപടി എടുക്കേണ്ടത്. അത് നമുക്ക് ലോക്സഭയൊക്കെ വരുമ്പോൾ നമുക്ക് എടുക്കാം. അല്ല, അതിനെക്കുറിച്ച് അദ്ദേഹത്തിനെ അറിയൂ. അദ്ദേഹത്തിന് കേരള ജനതയ്ക്ക് അപമാനം കൊണ്ട് തല താഴ്ത്തേണ്ട അവസ്ഥയാണുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ചാലയിൽ എടക്കാട് മേഖലയിലെ UDF സ്ഥാനാർത്ഥികളുടെ സംഗമവും കുടുംബയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നവർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. കൃഷ്ണപിള്ളയും AKGയും നയിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും സംസ്ഥാന സർക്കാരും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. പൊതുഖജനാവ് കൊള്ളയടിക്കുന്നു. UDF അധികാരത്തിലെത്തിയാൽ അഴിമതികളെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ചെന്നിത്തല പറഞ്ഞു. P. കൃഷ്ണപിള്ളയെ പോലെ, EMSനെ പോലെ, AK ഗോപാലിനെ പോലെ ത്യാഗധനന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാർ നയിച്ച പാർട്ടി ഇന്ന് കള്ളക്കടത്തുകാരുടെയും മയക്കുമരുന്ന് ലോബിയുടെയും കൈകളിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കേരളം കാണുന്ന ഞെട്ടിപ്പിക്കുന്ന വസ്തുത. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ശ്രീ പിണറായി വിജയനായിരിക്കും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. കേരളത്തിലെ ബുദ്ധദേവ് ഭട്ടാചാര്യയായിരിക്കും ശ്രീ പിണറായി വിജയൻ. മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി, AICC വക്താവ് സുമാ ബാലകൃഷ്ണൻ, സജീവ് മാറോളി, PA നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. എടക്കാട് മേഖലയിലെ UDFന്റെ 9 സ്ഥാനാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. CPIM വിട്ട് കോൺഗ്രസിൽ ചേർന്ന പ്രസീത, പ്രജിത്, പ്രവീൺ എന്നിവർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. കേരളം ഭരിക്കുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നത് കർഷകരുടെയും സാധാരണക്കാരുടെയും കണ്ണിൽ മണ്ണുവാരിയിട്ട സർക്കാരാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. UDF കണ്ണൂർ കോർപ്പറേഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ VA നാരായണൻ, മാർട്ടിൻ ജോർജ്, AD മുസ്തഫ, സുരേഷ് ബാബു, എളയാവൂർ തുടങ്ങിയവർ സംസാരിച്ചു.
അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം UDF പ്രാവശ്യം വോട്ട് ചെയ്യുന്നത് UDFകാരും ഉഭയകാംക്ഷികളും നിഷ്പക്ഷമതികളും മാത്രമല്ല, കലാകാലങ്ങളായി കൈമാറ്റത്തേക്ക് ചെയ്യുന്ന നല്ല കടകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരും ഇപ്രാവശ്യം ഐക്യജനാധിപത്യമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് പഴയകാല കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അത് തൊഴിലാളികൾ അധ്വാനിക്കുന്നവരുടെയും ഭാരതീയ പാവപ്പെട്ടവരുടെയും പാർട്ടിയാണ്. സ്വർണ്ണക്കള്ളക്കടത്തിൽ പങ്കുള്ള 4 മന്ത്രിമാർ ആരൊക്കെയെന്ന് മുഖ്യമന്ത്രി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിയും ധൂർത്തും സംബന്ധിച്ച് താൻ ഉന്നയിച്ച വസ്തുതകളെല്ലാം സ്പീക്കർ ശരിവച്ചതോടെ ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമായിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഈ വാർത്തകൾ മുഖ്യമന്ത്രി നിഷേധിക്കുമോ? ഈ 4 മന്ത്രിമാർ ആരാണ്? സംസ്ഥാന മന്ത്രിസഭയിലെ 4 മന്ത്രിമാർ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുവെന്ന് ഒരു പ്രധാനപ്പെട്ട ദിനപത്രം മലയാള മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇത് ശരിയാണോ? ഇതിൽ വസ്തുതാപരമായ കാര്യങ്ങളുണ്ടോ? മന്ത്രിമാര് സംശയത്തിന്റെ നിഴലിലായിരിക്കുന്നു. അത് വ്യക്തത വരുത്താൻ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭരണരംഗത്തുള്ള മുഖ്യമന്ത്രിയുടെ പിടി പൂർണ്ണമായി അയഞ്ഞിരിക്കുകയാണ്. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ഇത്രയും നാൾ സ്വീകരിച്ച നിലപാടുകളെല്ലാം തെറ്റാണ് എന്ന് ഓരോ ദിവസം കഴിയുന്നതോറും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ് വേറൊന്നും ഇന്നും UDFന് സ്വീകാര്യമല്ല. നമ്മൾ കാണണം, ഈ ഗവൺമെന്റ് നടക്കുന്ന മുഴുവൻ അഴിമതിയാണ്, കൊള്ളയാണ്. അത് ഓരോന്നോരോന്നായി ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നതാണ്. ഇന്നലെ സ്പീക്കർ മറുപടി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അല്ലാണ്ട് മുഖ്യമന്ത്രിയുടെ റോളോ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റിന്റെ പങ്കോ ഞങ്ങൾ ആരും നിസ്സാരമായി കാണുന്നില്ല. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ കൊള്ളയും അഴിമതിയും നടത്തിയ ഒരു സർക്കാരിനെ കാണാൻ കഴിയത്തില്ല. കൂടാളി പഞ്ചായത്ത് BJP തെരഞ്ഞെടുപ്പ് യോഗം BJP സംസ്ഥാന വക്താവ് സന്ദീപ് ജി വാര്യർ ഉദ്ഘാടനം ചെയ്തു. CPMന് പിണറായിയെ വെച്ച് പ്രചാരണം നടത്താൻ ഭയമാണെന്ന് സന്ദീപ് ജി വാര്യർ കുറ്റപ്പെടുത്തി. BJP സംസ്ഥാനത്ത് എല്ലായിടത്തും പ്രചരണം നടത്തുന്നത് മോദിയെ വെച്ചാണ്. CM രവീന്ദ്രന് ED നോട്ടീസ് ലഭിച്ചതോടെ മുഖ്യമന്ത്രി സ്വന്തം നാട്ടിൽ വന്ന് ഒളിച്ചു താമസിക്കുകയാണ്. കേരളത്തിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും അഴിമതിയാണ്. കേരളത്തിൽ അഴിമതിക്കെതിരെ ഇത്ര അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്രം ഭരിക്കുന്നത് BJP ആയതുകൊണ്ടാണെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് പടനായകൻ ഭയന്ന് ഒളിച്ചോടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? യുദ്ധത്തിൽ അണിനിരന്നിട്ടുള്ള മുഴുവൻ സേനാംഗങ്ങളുടെയും മനോവീര്യം തകരും. പിന്നീട് തുടർന്ന് അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPMന്റെ LDFന്റെ പടനായകനായി ജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്താൻ ബാധ്യതയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ 4-5 ദിവസമായി തലസ്ഥാനത്ത് നിന്നും ഭയന്നോടി സ്വന്തം നാട്ടിൽ വന്ന് ഒളിച്ചു താമസിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു ദുർഗതി ഇതിനു മുൻപ് നേരിട്ടിട്ടുണ്ടോ? ഒരു മുഖ്യമന്ത്രി, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇരട്ടച്ചങ്കുള്ള പിണറായി വിജയൻ, ഊരിപ്പിടിച്ച കത്തിയുടെയും ഉയർത്തിപ്പിടിച്ച വടിവാളിന്റെയും നടുക്കുകൂടെ നടന്ന ശീലമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് CM രവീന്ദ്രന് കിട്ടിയതിൽ പിന്നെ ഊണുമില്ല, ഉറക്കവുമില്ല. ഉറക്കം നഷ്ടപ്പെട്ട് പരിഭ്രാന്തിയിലാണ്ട് ഇപ്പോ ഭയന്ന് ഒളിച്ചോടിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. BJP പ്രസിഡന്റ് PV ദേവദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KK വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നാരായണൻ കൊമ്പിലോത്ത്, രാജൻ പുതുക്കുഴി, ബേബി സുനഗർ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടം നടക്കുന്നത് പ്രമാണിച്ച് 4 ജില്ലകളിൽ തിങ്കളാഴ്ച അവധി. ഈ മാസം 14-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടെ അവധി നൽകണമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു. ഇടവേളയ്ക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ ചെയ്യാനുള്ള അനുമതി. അലോപ്പതി ഡോക്ടർമാർ നടത്തിയ പണിമുടക്ക് കണ്ണൂരിൽ പൂർണ്ണം. കണ്ണൂരിൽ പണിമുടക്കിയത് 1500 ഡോക്ടർമാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ണൂരിൽ പോലീസിന്റെ റൂട്ട് മാർച്ച്. തെരഞ്ഞെടുപ്പ് കലാശക്കൊട്ട് നാളെ. കലാശക്കൊട്ട് വാർഡുകളിലും ഡിവിഷനുകളിലും മാത്രമായി ഒതുക്കാൻ കളക്ടറുടെ നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് കണ്ണൂർ സജ്ജമെന്ന് ജില്ലാ കളക്ടർ ടി.വി. സുഭാഷ്. 940 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ്, 500 ബൂത്തുകളിൽ വീഡിയോഗ്രാഫി സംവിധാനവും ഏർപ്പെടുത്തും. വലിയ ഷോറൂം അല്ലേ? വിലയും വലുതാവും. മാം, ഇത് നന്നാവും. ഇതിനെന്താ മേക്കിംഗ് ചാർജ്? 2.9% സർ. ഇതിനോ? 5.8% സർ. ഇതിനോ? 11.8% മാം. 11.8%. അതിത്തിരി കൂടുതലാ, കുറയില്ലേ? സോറി സർ, ഇത് ഞങ്ങളുടെ ഫെയർ പ്രൈസ് ആണ്. ഇത്ര നല്ല ഡിസൈൻസിന് മറ്റു കടകളിൽ ഇതിലും കൂടുതലാ. ദേ കണ്ടോ? ഓ, അത് ശരി. ഇത് പാക്ക് ചെയ്തോളൂ. ഷുവർ മാം. ഇത് കൂടി. താങ്ക് യു സർ. അമ്മയ്ക്കാ ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. അച്ഛാ, ഞാൻ ഇറങ്ങുന്നേ. ആൾ ടിക്കറ്റ് ഒക്കെ എടുത്തില്ലേ? ആ, എടുത്തിനച്ഛാ. മോളെ, മാസ്ക് എടുത്തില്ലല്ലോ. പരീക്ഷാ ടെൻഷനില് നീ അതങ്ങ് മറന്നു അല്ലേ? ഇല്ലമ്മേ, കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി. പോരാത്തതിന് ഓൺലൈൻ ക്ലാസ്സും. നളന്തയിൽ പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ? ശരിയാ. രക്ഷിതാവായ ഞങ്ങളെക്കാൾ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ? ഇപ്രാവശ്യവും എംകോമിനും എംഎക്കും റാങ്ക് മുഴുവൻ നളന്തയിലല്ലേ? പിന്നല്ലാതെ, ഞാൻ ഫുള്ളി കോൺഫിഡന്റാ. നളന്തയിലെ മികച്ച ക്ലാസുകളും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് 1ാം റാങ്ക് നേടിത്തന്നത്. നളന്തയിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ച അധ്യാപകരാണ്. എക്സാമിന് എല്ലാ സപ്പോർട്ടും ലഭിക്കാറുണ്ട്. അതാണ് എനിക്ക് എംകോമിന് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം. മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ. MA MCom, BA ഹിസ്റ്ററി, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, BCom, BBA 1ഉം 2ഉം ഉൾപ്പെടെ 25ലധികം റാങ്കുകൾ. ഉന്നത പഠനം ഉത്കൃഷ്ട സ്ഥാപനത്തിൽ നളന്ദ കോളേജ് ഏച്ചൂർ. സ്വപ്ന ഭവനത്തിന്റെ അകത്തളങ്ങൾ സുന്ദരമാക്കാൻ മികച്ച ക്വാളിറ്റി ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരവുമായി ഷീന ഫർണിച്ചർ. ഫർണിച്ചർ, മെലിച്ചൊവ്വ, മട്ടന്നൂർ റോഡ്, കണ്ണൂർ. ഫോൺ 9895886927. ആരോഗ്യത്തിന്റെ വേദമാണ് ആയുർവേദം. ആയുർവേദ സിദ്ധാന്തത്തെ മുൻനിർത്തി ആയുർവേദ ചികിത്സാ രംഗത്ത് ഉത്തര കേരളത്തിലെ തിളങ്ങുന്ന നക്ഷത്രമായി ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ. ആയുർവേദ ചികിത്സാ രീതികളായ പഞ്ചകർമ്മ, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, പൊടിക്കിഴി, ശിരോധാര, ശിരോവസ്തി മുതലായവ വളരെയധികം പ്രാധാന്യത്തോടും ആധികാരികതയോടും കൂടി ചെയ്തു വരുന്നു. ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ, കണ്ണോത്തുംചാൽ, കണ്ണൂർ 6. ഫോൺ 9207533399. തിങ്ക് ആയുർവേദ, തിങ്ക് ആപ്തശ്രീ. നിങ്ങളിൽ പലരും MBA, BTech പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ്. എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചില്ല. ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഓൺ ദ റൈറ്റ് പാത്ത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൂര്യ വിമൽ കുമാർ. BTech, MTech, MBA ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല. സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി കൈകളിലെത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട്. ഒരു ജോലിക്കായി പല വാതിലുകൾ മുട്ടിമടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തത്. അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിന്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്നുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ GITDയിൽ എത്തിച്ചേരുന്നത്. തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയ GITDയുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് എൻ്റെ ജീവിത വിജയത്തിന്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം വാനോളമാണ്. GITD എൻ്റെ അഭിമാനം, എൻ്റെ മേൽവിലാസം. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. നളന്ദ കോളേജ് ഏച്ചൂർ. ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ, കണ്ണോത്തുംചാൽ, കണ്ണൂർ 6. ഫോൺ 9207533399. GITD ഇപ്പോൾ
നിങ്ങളുടെ ടൗണിലും. ഷീന ഫർണിച്ചർ, മെലിച്ചൊവ്വ, മട്ടന്നൂർ റോഡ്, കണ്ണൂർ. ഫോൺ 9895886927. വാർത്തകൾ തുടരുന്നു. ആയുർവേദ വൈദ്യന്മാർക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ അനുമതി നൽകുന്ന കേന്ദ്ര പാരമ്പര്യ ചികിത്സാ കൗൺസിലിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ നടത്തുന്ന പണിമുടക്ക് കണ്ണൂരിൽ പൂർണ്ണം. ജില്ലയിൽ 1500 ഡോക്ടർമാർ പണിമുടക്കി. ജില്ലയിലെ 9 IMA ഘടകങ്ങളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. പണിമുടക്കിനോടനുബന്ധിച്ച് ഡോക്ടർമാർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പൊതുസമൂഹത്തിന് തന്നെ അശാന്തി വിതക്കുന്ന, ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്ന ഈ ഒരു നയം ഇവിടെ പിന്മാറണമെങ്കിൽ ശക്തമായ പൊതുജന അഭിപ്രായവും നിയമ പോരാട്ടങ്ങളും ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ഡെന്റൽ അസോസിയേഷന് പൊതുജനങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മട്ടന്നൂരിൽ ക്ഷേത്രത്തിൽ കവർച്ച. ഉളിയിൽ പടിക്കച്ചാൽ മതിലുവളപ്പ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. 10,000-ഓളം രൂപ മോഷണം പോയി. ശ്രീകോവിലിലെ ഭണ്ഡാരങ്ങൾ പൊളിച്ചാണ് പണം കവർന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സോപാന സംഗീതം എന്ന് കേൾക്കുമ്പോഴേ മനസ്സിൽ തെളിയുന്ന രൂപമാണ് പയ്യന്നൂർ കൃഷ്ണമണിമാരാരുടേത്. ക്ഷേത്ര കലാലയ സോപാന സംഗീതത്തിന് ജനകീയ മുഖം നൽകിയ വ്യക്തി. പതിറ്റാണ്ടുകളായി സോപാന സംഗീത രംഗത്തെ നിറസാന്നിധ്യമായ കൃഷ്ണമണിമാരാർ ക്ഷേത്രത്തിനു പുറത്തുള്ള പല വേദികളിലും സോപാന സംഗീതം അവതരിപ്പിച്ചിട്ടുണ്ട്. കൃഷ്ണ കരുണ ചെയ്യുവാൻ. കലാസൃഷ്ടികൾ ഏതായാലും അത് ആസ്വദിക്കപ്പെടേണ്ടതാണ്. ഏതെങ്കിലും അതിർത്തികളിൽ ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല എന്ന സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച സംഗീതജ്ഞനാണ് പയ്യന്നൂർ കൃഷ്ണമണിമാരാർ. തന്റെ 10ാമത്തെ വയസ്സിൽ സോപാന സംഗീത രംഗത്തേക്ക് കടന്നുവന്ന കൃഷ്ണമണിമാരാർ ഇന്ന് പലർക്കും സോപാന സംഗീതത്തിൽ ഗുരുവാണ്. ക്ഷേത്രകലയായ സോപാന സംഗീതത്തെ ക്ഷേത്രത്തിന് പുറത്തുള്ള വേദികളിൽ അവതരിപ്പിച്ച കൃഷ്ണമണിമാരാർക്ക് പലരുടെയും അനിഷ്ടവും എതിർപ്പുകളും നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. ആസ്വദിക്കുന്നവർക്ക് മുന്നിൽ അവതരിപ്പിച്ചും ജാതിമത ഭേദമന്യേ ആഗ്രഹമുള്ളവരെ പഠിപ്പിച്ചും സോപാന സംഗീതത്തെ ജനകീയമാക്കുകയെന്ന തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു. ഇത് ക്ഷേത്രത്തിന്റെ മുതൽക്കെട്ടിന്റെ ഉള്ളിൽ മാത്രം അടങ്ങിയിരിക്കേണ്ട സംഗതിയല്ല, അത് പുറത്ത് ജനങ്ങളും കൂടി അറിഞ്ഞിരിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഇത് പൊതുവേദികളിൽ ആണ് പിന്നീട് അവതരിപ്പിച്ചത്. അപ്പോൾ അതിന് കുറച്ച് വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതിന് ഞാനൊരു മറുപടി കൊടുത്തു. ക്ഷേത്രകലയാണ് തെയ്യം, അതേപോലെ ക്ഷേത്രകലയാണ് ഓട്ടംതുള്ളൽ. ഇത് പിന്നെ പുറം രാജ്യങ്ങളിലേക്ക് വരെ പോയിട്ട് അവതരിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷത്തിൽ അറിയുന്നത് ഇത് തെയ്യമാണ്, ഇത് കഥകളിയാണ്, ഇത് ഓട്ടംതുള്ളലാണ്. ഇതൊക്കെ അറിയപ്പെടുന്നത് അതിന് ശേഷമാണ്. സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ഭാവമായ ഭക്തിഭാവത്തിൽ മാറ്റം വരുത്താതെ തന്റേതായ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയായിരുന്നു ക്ഷേത്രത്തിന് പുറത്തുള്ള വേദികളിലെ അവതരണം. പിതാവ് സോപാന സംഗീതജ്ഞൻ PS മാരാർ എന്ന P ശങ്കുണ്ണിമാരാരാണ് കൃഷ്ണമണിമാരാരുടെ ഗുരു. ഓട്ടൻതുള്ളൽ, ശാസ്ത്രീയ സംഗീതം, അഷ്ടപതി തുടങ്ങിയവയിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. പല നൃത്തനാടകങ്ങളിലും വേഷമിട്ടു. പയ്യന്നൂരിൽ ശ്രീ ശരവണഭവ നാട്യസദസ്സിന് രൂപം കൊടുക്കുകയും ശ്രീദുർഗ, ശ്രീ മുരുകൻ എന്നീ നാടകങ്ങൾ രചിക്കുകയും സംഗീത സംവിധാനം നിർവഹിച്ച് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ മാരാർ സ്ഥാനികത്വവും സോപാന സംഗീതത്തിന്റെ ചുമതലയും വഹിച്ച കൃഷ്ണമണി കേരളത്തിനകത്തും പുറത്തുമായി 500-ലധികം വേദികളിൽ ഓട്ടംതുള്ളൽ, സോപാന സംഗീതം, അഷ്ടപതി എന്നിവ അവതരിപ്പിച്ച കലാകാരനാണ്. കലക്ക് വിലയിടാത്ത, വേലിക്കെട്ടുകൾ നിർണയിക്കാത്ത മാരാർക്ക് കല തന്നെയാണ് ജീവിതം. ഈ വർഷം പ്രഖ്യാപിച്ച ക്ഷേത്രകലാ അക്കാദമിയുടെ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും കൃഷ്ണമണിമാരാരെ തേടിയെത്തി. പറഞ്ഞാൽ തീരാത്തത്ര സവിശേഷതകളുള്ള പയ്യന്നൂർ കൃഷ്ണമണിമാരാർ ഈ പ്രായത്തിലും പഠിച്ചും പഠിപ്പിച്ചും തന്റെ കലായാത്ര തുടരുകയാണ്.
പലരും നടന്ന വഴികളിൽ നടക്കുന്നവരല്ല, മറിച്ച് പുതുവഴികൾ തേടുന്നവരാണ് എപ്പോഴും ചരിത്രം സൃഷ്ടിക്കുന്നത്. അങ്ങനെ ചരിത്രം സൃഷ്ടിച്ച വ്യക്തിത്വമാണ് പയ്യന്നൂർ കൃഷ്ണമണിമാരാർ. ഡീസൽ വില വർധന പിൻവലിച്ചില്ലെങ്കിൽ ബസ്സോട്ടം നിർത്തുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം. പ്രതിഷേധ സൂചകമായി 18-ന് രാവിലെ കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്താനും യോഗത്തിൽ തീരുമാനം. പ്രസിഡന്റ് PP മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവോത്ത്, PP രവീന്ദ്രൻ, KP മുരളീധരൻ, M വിജയമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ ചെയ്യാനുള്ള അനുമതി. അലോപ്പതി ഡോക്ടർമാർ നടത്തിയ പണിമുടക്ക് കണ്ണൂരിൽ പൂർണ്ണം. കണ്ണൂരിൽ പണിമുടക്കിയത് 1500 ഡോക്ടർമാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ണൂരിൽ പോലീസിന്റെ റൂട്ട് മാർച്ച്. തെരഞ്ഞെടുപ്പ് കലാശക്കൊട്ട് നാളെ. കലാശക്കൊട്ട് വാർഡുകളിലും ഡിവിഷനുകളിലും മാത്രമായി ഒതുക്കാൻ കളക്ടറുടെ നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് കണ്ണൂർ സജ്ജമെന്ന് ജില്ലാ കളക്ടർ TV സുഭാഷ്. 940 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ്, 500 ബൂത്തുകളിൽ വീഡിയോഗ്രാഫി സംവിധാനവും ഏർപ്പെടുത്തും. വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ശുഭരാത്രി. വലിയ ഷോറൂം അല്ലേ? വിലയും വലുതാവും. മാം, ഇത് നന്നാവും. ഇതിനെന്താ മേക്കിംഗ് ചാർജ്? 2.9% സർ. ഇതിനോ? 5.8% സർ. ഇതിനോ? 11.8% മാം. 11.8%. അതിത്തിരി കൂടുതലാ, കുറയില്ലേ? സോറി സർ, ഇത് ഞങ്ങളുടെ ഫെയർ പ്രൈസ് ആണ്. ഇത്ര നല്ല ഡിസൈൻസിന് മറ്റു കടകളിൽ ഇതിലും കൂടുതലാ. ദേ കണ്ടോ? ഓ, അത് ശരി. ഇത് പാക്ക് ചെയ്തോളൂ. ഷുവർ മാം. ഇത് കൂടി. താങ്ക് യു സർ. അമ്മയ്ക്കാ ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. അച്ഛാ, ഞാൻ ഇറങ്ങുന്നേ. ആൾ ടിക്കറ്റ് ഒക്കെ എടുത്തില്ലേ? എടുത്തിനച്ഛാ. മോളെ, മാസ്ക് എടുത്തില്ലല്ലോ. പരീക്ഷാ ടെൻഷനില് നീ അതങ്ങ് മറന്നു അല്ലേ? ഇല്ലമ്മേ, കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി. പോരാത്തതിന് ഓൺലൈൻ ക്ലാസ്സും. നളന്തയിൽ പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ? ശരിയാ. രക്ഷിതാവായ ഞങ്ങളെക്കാൾ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ? ഇപ്രാവശ്യവും MCOM-നും MA-ക്കും റാങ്ക് മുഴുവൻ നളന്തയിലല്ലേ? പിന്നല്ലാതെ, ഞാൻ ഫുള്ളി കോൺഫിഡന്റാ. നളന്തയിലെ മികച്ച ക്ലാസുകളും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് 1ാം റാങ്ക് നേടിത്തന്നത്. നളന്തയിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ മികച്ച അധ്യാപകരാണ്. എക്സാമിന് എല്ലാ സപ്പോർട്ടും ലഭിക്കാറുണ്ട്. അതാണ് എനിക്ക് MCOM-ന് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം. മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ. MA MCOM, BA ഹിസ്റ്ററി, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, BCom BBA 1ഉം 2ഉം ഉൾപ്പെടെ 25-ലധികം റാങ്കുകൾ. ഉന്നത പഠനം ഉത്കൃഷ്ട സ്ഥാപനത്തിൽ നളന്ദ കോളേജ്, ഏച്ചൂർ. സ്വപ്ന ഭവനത്തിന്റെ അകത്തളങ്ങൾ സുന്ദരമാക്കാൻ മികച്ച ക്വാളിറ്റി ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരവുമായി ഷീന ഫർണിച്ചർ. ഫർണിച്ചർ, മെലിച്ചൊവ്വ, മട്ടന്നൂർ റോഡ്, കണ്ണൂർ. ഫോൺ 9895886927. നിങ്ങളിൽ പലരും MBA BTech പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ്. എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചില്ല. ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഓൺ ദ റൈറ്റ് പാത്ത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൂര്യ വിമൽ കുമാർ. BTech, MTech, MBA ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല. സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി കൈകളിലെത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട്. ഒരു ജോലിക്കായി പല വാതിലുകൾ മുട്ടിമടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തത്. അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിന്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്നുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ GITD-യിൽ എത്തിച്ചേർന്നത്. തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയ GITD-യുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് എൻ്റെ ജീവിത വിജയത്തിന്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം വാനോളമാണ്. GITD, എൻ്റെ അഭിമാനം, എൻ്റെ മേൽവിലാസം.
GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം.